കൊച്ചി നിയോജക മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടി എംഎൽഎ ആയി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഷിയാസിന് ഉജ്ജ്വല സ്വീകരണമൊരുക്കി UDF കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റി. UDF പ്രവർത്തകരുടെയും സംസ്ഥാന ജില്ലാ നേതാക്കളുടെയും നിറസാന്നിധ്യത്തിൽ നടന്ന സ്വീകരണ ചടങ്ങ് ഫിഷറീസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് BE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. തീരദേശ വികസനത്തിനായി MLA നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച മന്ത്രി കൊച്ചി നിയോജക മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടി MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഷിയാസിന് UDF കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ UDF പ്രവർത്തകരുടെയും സംസ്ഥാന ജില്ലാ നേതാക്കളുടെയും നിറഞ്ഞ സാന്നിധ്യത്തിൽ നടന്ന സ്വീകരണ ചടങ്ങ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് BE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം UDF ചെയർമാൻ PH നാസർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസിലൂടെയും കഠിനാധ്വാനം ചെയ്ത് കടന്നു വന്ന ഷിയാസിനെ എനിക്കറിയാം. തീർച്ചയായും കൊച്ചി അദ്ദേഹം പിടിക്കും. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ഈ പ്രദേശത്തിന് ഗുണകരമാകുമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തീരദേശ മേഖലയായ കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തോപ്പുംപടി ചെല്ലാനം ഫിഷിംഗ് ഹാർബറുകളുടെ വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിനും MLA മുഹമ്മദ് ഷിയാസ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പൂർണ്ണ പിന്തുണയും സഹായവും നൽകുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സമസ്ത കേരള സാഹിത്യ പ്രസിഡന്റ് ഡോക്ടർ TS ജോയ്, UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, AICC അംഗം N വേണുഗോപാൽ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK അഷ്റഫ്, KA മനാഫ്, മറ്റ് UDF കോൺഗ്രസ് നേതാക്കളായ KK തങ്കച്ചൻ, MP ശിവദത്തൻ, KM റഹീം, തമ്പി സുബ്രഹ്മണ്യം, ഷാജി കുറുപ്പശ്ശേരി, രാജേഷ് CMP, PP ജേക്കബ്, VH ഷിഹാബുദ്ദീൻ, അജിത്ത് അമീർ ബാവ, KA നിയാസ്, TK ഷഹീർ, KB ജബ്ബാർ, രാജേഷ് ആന്റണി കാട്ടിത്തറ, കൗൺസിലർമാരായ ഷൈനി മാത്യു, ഫൗസിയ സജീർ, റഹീന റഫീഖ്, ഷീജ നവാസ്, കവിത ഹരികുമാർ, സുമിത് ജോസഫ്, ബാസ്റ്റിൻ ബാബു എന്നിവർ സംസാരിച്ചു. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ കൊച്ചിയിലും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചു. അതിന്റെ കൂടി പ്രതിഫലനമാണ് ഒത്തിരിയേറെ നമ്മൾ അറിയാത്ത അടിയൊഴുക്കുകൾ ഉണ്ടായിട്ട് പോലും ഷിയാസിന് 8000 വോട്ട് ജയിക്കാൻ കഴിഞ്ഞത് എന്ന വിശ്വാസക്കാരനല്ല. വിവിധ നേതാക്കളും സംഘടനാ പ്രതിനിധികളും MLAയെ മൊമെന്റോ നൽകിയും ഷാളണിയിച്ചും ആദരിച്ചു. എത്ര പെട്ടെന്നാണ് കൊച്ചി കേരള നിയമസഭയിൽ സ്ഥാനം പിടിച്ചത്. കൊച്ചിയിലെ കടലാക്രമണം, കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം, കൊച്ചിയിലെ തൊഴിൽ പ്രശ്നങ്ങൾ, കൊച്ചിയിലെ ഇടുങ്ങിയ റോഡുകൾ, കൊച്ചിയിലുള്ള ആളുകൾക്കുള്ള അഭ്യസ്തരായ ആളുകൾക്കുള്ള തൊഴിലവസരങ്ങൾ, ഇതെല്ലാം കേരള നിയമസഭയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ അവിടെ ജീവനക്കാരായിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ കൊച്ചി അസംബ്ലി മണ്ഡലം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സാഹചര്യം വന്നു. ഇതല്ലേ നമ്മളൊരു MLAയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇതല്ലേ നമുക്ക് വേണ്ടത്? നമ്മുടെ പ്രാതിനിധ്യം അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.